സമര പോരാട്ടം കാണണം. ഇവിടെ ജനിച്ചു വീഴുന്ന വിരൂപ ജനതകളെയും മരിച്ചു വീഴുന്ന നിർധനരായവര് ഇവിടെ ഉണ്ടാകുന്ന സാധാരണപ്പെട്ടവരുടെ തീരാവേദനകളെ നിങ്ങൾ പങ്കാളി ആവശ്യപ്പെടുവാനുള്ളത്. ഇതുതന്നെയാണ് കേരളത്തിലെ കോൺഗ്രസുകാരായ ഒരു സൽപ്രവൃത്തിയുടെ ആകട്ടെ എന്ന് ഞാൻ ഇവിടെ ആശംസിക്കുകയാണ് നിങ്ങളോട്. അല്ലാതെ നിങ്ങൾ ഇവിടെ നിന്നും തുടങ്ങുന്ന തിരുവനന്തപുരത്ത് തുടങ്ങിയാൽ അത് നിങ്ങൾക്ക് ഗുണമാണ്. നിങ്ങൾ നിങ്ങളുടെ മേലാളന്മാരുടെ കേന്ദ്രത്തിലെ നേതാക്കൾ നിങ്ങൾ പ്രതികരണ ശേഷിയുള്ളവരാണെങ്കിൽ കേരള യൂത്ത് ഫ്രണ്ടുകാരോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ ആവശ്യം പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, മറ്റു നേതാക്കന്മാർ എല്ലാവരും എന്ന ഒരു സൂചനയോടുകൂടി തന്നെ ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ യുവജന പ്രസ്ഥാനത്തിന്റെ ഈ കാസർഗോട്ടെ ജനങ്ങളുടെ എല്ലാ വേദനയും യൂത്ത് ഫണ്ട് അദ്ദേഹം ഈ യൂത്ത് ഇന്ന് ഏറ്റെടുക്കുന്ന ഏതാണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 11ാമത്തെ വലിയ സജീവ് സൂചിപ്പിച്ചു. സകല സമരങ്ങളാ അതിന് കാരണമുണ്ട്. സജീവ് സൂചിപ്പിച്ചതുപോലെ പ്രസിഡന്റ്, ജെയ്സ പ്രസിഡന്റ് ശ്രീ PM മൈക്കിൾ, ജനറൽ സെക്രട്ടറിമാര്, എനിക്ക് തോന്നുന്നത് യൂത്ത് ഫ്രണ്ട് ഇതിനു മുമ്പും എറണാകുളത്ത് സ്പൈസസ് ബോർഡിന് മുമ്പിൽ സൈനപ്രദക്ഷിണം നടത്തി. സ്പൈസസ് ബോർഡിന്റെയാണ് വെബ്സൈറ്റില് എൻഡോസൾഫാൻ നല്ലതാണ് എന്ന് ഒരു സമയത്ത് രേഖപ്പെടുത്തിയിരുന്നത്. പിന്നെ മീഡിയ അത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് തിരുത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നയം തിരുത്തിയിട്ടില്ല. ആ എഴുത്ത് വെബ്സൈറ്റ് പിൻവലിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്പൈസസ് ബോർഡിന്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന എൻഡോസൾഫാനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന നല്ലതാണ്, കൃഷിക്ക് നല്ലതാണ്, ഏലത്തിന് നല്ലതാണ്, സ്പൈസസിന് നല്ലതാണ് എന്ന് എഴുതിയിരുന്ന ആ വെബ്സൈറ്റ് പിൻവലിച്ചു. എങ്കിൽ പോലും ആ നയം കേന്ദ്ര ഗവൺമെന്റ് പിൻവലിച്ചു എന്ന് തോന്നുന്നില്ല. അത് പിൻവലിച്ചതായിട്ട് പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. വാസ്തവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇതിന് ഒരു വലിയ പാക്കേജ് വേണം. ഒരുപാട് പേര് എൻഡോസൾഫാൻ ഉപയോഗിച്ച് അതിന്റെ തിക്താനുഭവങ്ങള് മരണ തുല്യമായിട്ട് ഒരുപാട് പേര് ജീവിക്കുന്നു. കുട്ടികള്, അല്പം പ്രായമായവര്, എന്തിനേറെ കേരള കോൺഗ്രസ് പാർട്ടിയില് ലയിച്ച IFDP-യുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായിരുന്ന, രാജപുരത്ത് താമസിച്ചുകൊണ്ടിരുന്ന ശ്രീ KC മാത്യു എത്രയോ ഊർജ്ജസ്വലനായ പ്രവർത്തകനായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ കാഞ്ഞങ്ങാട് ഒരു ഓവർബ്രിഡ്ജ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവിടെ ഓവർബ്രിഡ്ജായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഊർജ്ജസ്വലമായ സമരം നടന്നത് ഉൾപ്പെടെ നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലെ പ്രശ്നങ്ങൾ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നതിന് ഒരു പല രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വളരെ ഊർജ്ജസ്വലനായ ആ ചെറുപ്പക്കാരൻ ഏതാണ്ട് 46 വയസ്സുള്ളപ്പോൾ കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നത് രാജപുരം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്ന ശ്രീ KC മാത്യു മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ രോഗമെന്ത് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. നമ്മുടെ ഇക്കാവതി എന്ന് പറയുന്ന കൃഷി, അപ്പോഴാണ് ഞാൻ സ്നേഹിതരെ വലിയ ഒരു സഹനമാണ് ഈ എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഈ വലിയ വിപത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ വലിയ മാരകമായ ഈ പദാർത്ഥം ഇന്ന് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. വാസ്തവത്തില് പെർസിസ്റ്റന്റ് ഓർഗാനോക്ലോറിയ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണ് വാസ്തവത്തില് ഈ എൻഡോസൾഫാൻ. എന്നാൽ ഇന്ന് ലോകം മുഴുവനും ഇതുപോലുള്ള ഓർഗാനോക്ലോറിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന പല കീടനാശിനികളും ഉപയോഗപ്പെടുത്തുന്നത് നിരോധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ എന്തുകൊണ്ട് ഇത് നിരോധിക്കുന്നില്ല? ഉപഭോഗം തന്നെ നിർത്തണം. അതിന് കർഷകരെ സഹായിക്കണം. കർഷകർക്ക് വേണ്ട അതിന് പകരമായിട്ട് എന്ത് ഉപയോഗപ്പെടുത്താമോ അതൊക്കെ കൊടുക്കണം. ഇതിന്റെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആ രീതിയെ ഇല്ലാതാക്കണമെങ്കിൽ സമഗ്രമായ ഒരു നിയമം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കണം. അതാണ് ആവശ്യം. അതിന് ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം. വളരെ ശക്തമായി കേരള കോൺഗ്രസ് പാർട്ടിയും കേരള യൂത്ത് ഫ്രണ്ടും KSCയും ഉൾപ്പെടെ ആവശ്യപ്പെടുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായിട്ട്
ഇന്ത്യൻ പാർലമെന്റിൽ ഇതുപോലൊരു നിയമം കൊണ്ടുവരണം. പക്ഷെ പാർലമെന്റ് കൂടുന്നില്ല എന്ന് നമുക്കൊരു ആശങ്കയുണ്ട്. അഴിമതി വളരെയധികം വ്യാപകമായതിൻ്റെയൊക്കെ തിക്തഫലങ്ങൾ ഇന്ന് എല്ലാ വിധത്തിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2Gയും 3Gയും ഒക്കെ ഒരു വശത്ത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള പത്രവാർത്തകൾ ഇന്ന് നമ്മൾ വായിക്കുന്നു. ഈ രണ്ട് സംഘടനകളുടെയും കേരള യൂത്ത് ഫ്രണ്ടിന്റെയും KSUടെയും ആഭിമുഖ്യത്തിൽ അടുത്ത 16-ാം തീയതി കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള മേഖലയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ് എന്നുള്ളത് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ആ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരുണ്ടാകും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലായിരിക്കും. ഒരുപക്ഷെ കാസർഗോഡ് ടൗണിൽ തന്നെ ആയിരിക്കണമെന്നില്ല. അത് നിങ്ങൾ തീരുമാനിക്കും. ഏതായാലും അതൊരു നല്ല കാര്യമാണ്. ഗവൺമെന്റ് 2-3 ക്യാമ്പുകൾ നടത്തിയതായിട്ട് എനിക്കറിയാം. പക്ഷെ സന്നദ്ധ സംഘടനകളും വരട്ടെ, KSUയും യൂത്ത് ഫ്രണ്ടും മുന്നോട്ട് വന്നിരിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നാളികേരത്തിന് വില അല്പമൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. പക്ഷെ പാം ഓയിൽ ഇറക്കുമതി ഉദാരമാക്കിയിരിക്കുന്നു. ഒരു ഡ്യൂട്ടിയും ഇല്ല എന്ന് മാത്രമല്ല 15% അങ്ങോട്ട് ഒരു സഹായധനം കൂടെ കൊടുത്തുകൊണ്ട് പാം ഓയിൽ ഇഷ്ടം പോലെ ഇറക്കുമതി ചെയ്യാം. കമുകിന് വിലയില്ല, ഇവിടെ അടയ്ക്കായ്ക്ക് വിലയില്ല. ഇവിടെ കർഷകർ ഒരുപാട് ആത്മഹത്യ ചെയ്തു. കേരള ഗവൺമെന്റ് കാർഷിക കടാശ്വാസ കമ്മീഷൻ കൊണ്ടുവന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതുകൊണ്ട് ആ ആത്മഹത്യ ഏതാണ്ട് തടഞ്ഞു നിർത്തുവാൻ പറ്റി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. കോൺഗ്രസ് സിന്ദാബാദ്, കേരള കോൺഗ്രസ് സിന്ദാബാദ്, കേരള യൂത്ത് ഫ്രണ്ട് സിന്ദാബാദ്. വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട എന്റെ സെൽഫോൺ വേണ്ടേ വേണ്ട സൂചന 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 മാത്രം സൂചന കണ്ട് ഭരിച്ചില്ലെങ്കിൽ കേറും ഞങ്ങൾ തീവണ്ടിയിൽ എത്തും ഞങ്ങൾ ന്യൂഡൽഹി. കേരള കോൺഗ്രസ് സിന്ദാബാദ്, PC തോമസ് സിന്ദാബാദ്, ഉപവാസ സമരം സിന്ദാബാദ്, ജയ്സൺ ജോർജ് സിന്ദാബാദ്, ശരത് മോഹൻ സിന്ദാബാദ്, കേരള യൂത്ത് ഫ്രണ്ട് സിന്ദാബാദ്, കേരള കോൺഗ്രസ് സിന്ദാബാദ്, കേരള കോൺഗ്രസ് സിന്ദാബാദ്, PC തോമസ് സിന്ദാബാദ്, സ്കറിയ തോമസ് സിന്ദാബാദ്, കേരള യൂത്ത് ഫ്രണ്ട് സിന്ദാബാദ്, ഈ പ്രതീകാത്മകമായ വളരെ സഹനത്തിൻ്റെതായിട്ടുള്ള ഈ സമരം വീണ്ടും അവലംബിക്കുവാൻ തയ്യാറാകുന്ന KSUയെയും യൂത്ത് ഫ്രണ്ടിന്റെ പ്രസിഡന്റ് ജയ്സനെയും അതുപോലെ ശരത് മോഹനെയും മറ്റ് സഹപ്രവർത്തകരെയും